എന്തിടുന്നു, എവിടെ നിന്നിടുന്നു, ഏത് ആംഗിളിൽ നിന്ന് ഇവര് വീഡിയോ, സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങളാണ് ഫോർ ഷുവർ. സാരി ഉടുത്തിട്ട് പോയതാ, പക്ഷെ ആ ആംഗിളിൽ അവരെടുത്തിട്ടിരിക്കുന്ന വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞ വിഷമമായി പോയി. ഞാൻ ഇതിന്റെ ആംഗിൾ ബ്യൂട്ടിയോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാറില്ല. ചിലപ്പോ എന്റെ കിടക്കുന്ന കട്ടില് ഷീറ്റൊക്കെ ഉടഞ്ഞ് വലഞ്ഞ് വാലാക്കോല കിടക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നത്. ഇന്നലെ ഇട്ട ഗെറ്റ് റെഡി വിത്ത് മീയുടെ താഴെ ഒരാള് ഒരു കാര്യമില്ലാണ്ട് ഫേക്ക് അക്കൗണ്ടാ, ശവം കമന്റാ. ഞാൻ ഇരുന്നിട്ടിങ്ങനെ ഈശ്വര, ഇത് എന്തിനാണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കമന്റ്. ഇപ്പൊ പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഈശ്വര ഇത് വെച്ചിട്ട് എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത്. അവൾക്ക് അറിയാവുന്ന ഇത്രേ ഉള്ളൂ, അമ്മ അച്ഛ തമ്മിൽ ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ, അവർ തമ്മിൽ ഒന്നിച്ച് ഒരു കൂരയ്ക്ക് ഉള്ളിൽ കഴിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ചെടുത്ത തീരുമാനമല്ല. അവർക്ക് നമ്മുടെ സൈഡ് എന്താണ് കേൾക്കണം എന്ന് ആഗ്രഹമില്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അക്സെപ്റ്റ്. ട്രോമ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ ബിഗ് ബോസിന്റെ സമയം തൊട്ട് ഈ ഒരു സാധനം ഫേസ് ചെയ്യുന്ന ആളാണ്. സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എന്നെ പറയുന്നു, എന്റെ അച്ഛനെ പറയുന്നു, അമ്മയെ പറയുന്നു, കൊച്ചിനെ പറയുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിനാരിയോയിലായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. വലിയൊരു ശതമാനം ആൾക്കാർക്ക് ആ ഒരു ട്രാൻസിഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന്റെ ക്യാരക്ടറിലുള്ള ഒരു പ്രത്യേക സാധനമാണ്. ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് വിധി എഴുതി കളയും, ജഡ്ജ് ചെയ്യും. എവിടെയെങ്കിലും ഒക്കെ അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷെ എന്നെ അടുത്തറിയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ആര്യ എങ്ങനെയാണ് എന്നുള്ളത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഒരു ദശാബ്ദത്തിനടുത്ത് മലയാളിയുടെ കാഴ്ചാശീലത്തിന്റെ ഭാഗമായ ഒരാൾ ആര്യ ബഡായിയാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ ഡിജിറ്റലിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ മലയാളിയുടെ, അതായത് ഫോണിലേക്ക് നമ്മുടെ ടി വിയും നമ്മുടെ സംസാര സ്പേസും ഒക്കെ മാറുന്ന ഒരു സമയം, അവിടെയാണ് കറക്റ്റ് ആര്യയുടെ ഒരു ലോഞ്ച്. അത് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. എല്ലാ സ്പേസസ്, സോഷ്യൽ മീഡിയ സ്പേസസിന് മലയാളിക്ക് ഒരു വല്ലാത്തൊരു അടുപ്പും ഇഷ്ടവും ഡാറ്റയുടെ യൂസേജൊക്കെ കൂടുന്നിടത്ത ആര്യയുടെയും ഒരു വളർച്ച. അത് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ആ പെർസ്പെക്റ്റീവിൽ ആലോചിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും ഇന്നിപ്പോ ടെലിവിഷനിൽ ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല. ടെലിവിഷനിൽ ഞാൻ ഇന്ന് വിസിബിൾ അല്ല. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എൻ്റെ പഴയ ഷോസ് റീടെലികാസ്റ്റ് ആവുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമകൾ OTTസിലുണ്ട്, ശരിയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ചാനലിൽ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിലേ ഞാൻ ഇന്ന് ടെലിവിഷനിൽ വരുന്നുള്ളൂ. പക്ഷെ ഇന്നും ആൾക്കാർക്ക് ഞാൻ കുറച്ച് ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ ഇന്നും ഞാൻ നിൽക്കുന്നു, ലൈക്ക് ആൾക്കാർക്ക് ഇന്നും ആര്യ ബഡായി എന്നുള്ള പേരിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. എന്നെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന ഷോനെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ആൾക്കാർ അവരിന്നും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോഴും അപ്ഡേറ്റ്സ്, കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഈസ് ഹെൽപ്പിംഗ് എ ലോട്ട്. അത് 200% ആണ്. അതിൻ്റെ ഒരു ട്രാൻസിഷനെ കൂടി എങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു സമയത്ത് ആളുകൾക്ക് വല്ലാത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. 2 തെറ്റിദ്ധാരണകളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഭാര്യയാണ്, 2 ആര്യക്ക് വലിയ വിവരമൊന്നുമില്ല, അപ്പോൾ കാര്യങ്ങളെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല എന്നുള്ളത്. ഇത് രണ്ടും ആളുകൾക്ക് മനസ്സിലായത് എപ്പോഴാന്ന് വെച്ചാൽ രമേഷ് പിഷാരടിയും ഒറിജിനൽ വൈഫും പിന്നെ ആര്യയുടെയും കൊണ്ടൊരു റിട്ടേൺ ഇന്റർവ്യൂ പബ്ലിഷ് ആയി വന്ന സമയത്താണ് അത് കുറെ ആളുകളിലേക്ക് എത്തിയത്. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. ആ ഡിഫറൻസ് ഇന്നിപ്പോ സത്യം പറഞ്ഞാൽ രമേഷ് പിഷാരടിയുടെ ആ ഷോന്റെ ഒന്നും ബാക്കിംഗ് ഇല്ലാതെയാണ് ആര്യ എന്നുള്ള പേഴ്സണിനെയും അല്ലെങ്കിൽ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെയും ഓണ്ടർപ്രണറിനെയും ഒക്കെ നമ്മൾ കാണുന്നത് അങ്ങനെയാ. അത് ആ ട്രാൻസിഷൻ കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസിഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂവിനെക്കാളും കൂടുതൽ ആ ഒരു ട്രാൻസിഷൻ ആൾക്കാരിലേക്ക് കൂടുതൽ രജിസ്റ്റർ ആയത് ബിഗ് ബോസ് എന്ന ഷോ വഴിയിട്ടാണ്. 200%. കാരണം ഇന്റർവ്യൂസ് ഒക്കെ വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണല്ലേ. ഇപ്പൊ വായന ഇല്ലല്ലോ ആർക്കും. നമ്മൾ എത്രയൊക്കെ വലിയ മാഗസീൻസിൽ എത്രയൊക്കെ വലിയ ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞാലും ഇന്ന് യൂട്യൂബിൽ ഈ ഒരു ഇന്റർവ്യൂ വരുന്നതിന്റെ അത്രയും ഒരു റീച്ച് ഒരു എഴുതി വരുന്ന ഇന്റർവ്യൂവിനില്ല. അപ്പൊ അതുകൊണ്ട് അത് വായിച്ച് ഈ കാര്യം മനസ്സിലാക്കിയ ആൾക്കാർ വളരെ കുറവാണ്. അതിനേക്കാളും കൂടുതൽ നമ്മൾ ഇതുപോലെ ലൈവായിട്ടിരുന്ന് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിന് ഒരു പരിധി
പരിധി വരെ കാരണമായ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ബിഗ് ബോസ് തന്നെയാണ്. അപ്പം അത് റിയൽ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പം അതിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളും റിയൽ ലൈഫ് കാര്യങ്ങളാണെന്നറിയാം. അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു വലിയൊരു ഭൂരിപക്ഷം ആൾക്കാരും മനസ്സിലാക്കിയത് ആര്യ ബഡായി ശരിക്കും രമേശ് പിഷാരടിയുടെ ഭാര്യ അല്ല എന്നുള്ള കാര്യം കുറേ ആൾക്കാരിലേക്ക് രജിസ്റ്റർ ആയത് ആ ഒരു ഷോ വഴി തന്നെയാണ്. പിന്നെ ആ ഒരു ട്രാൻസിഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം വെച്ച് വലിയൊരു ശതമാനം ആൾക്കാർക്ക് ആ ഒരു ട്രാൻസിഷൻ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവരിഷ്ടപ്പെട്ടതും അവരൊരു 5 വർഷത്തോളം തുടർച്ചയായിട്ട് കണ്ടതും ആ ഒരു പൊട്ടി ഭാര്യനെയാണ്. ആ പൊട്ടി ഭാര്യയായ ആര്യയോട് തോന്നിയ ഒരു ഇഷ്ടമുണ്ട്, ആ ഒരു അഫെക്ഷൻ ഉണ്ട്, ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എന്നുള്ള ആ ഒരു സാധനമുണ്ട്. അതിന്ന് മാറി ശരിക്കുമുള്ള ആര്യ എന്താണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് അത് പിഷാരടിയുടെ ഭാര്യ അല്ല ആ ആര്യ എന്നുള്ളത് അറിഞ്ഞപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക്, ഒരു വലിയ ശതമാനം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് എനിക്കുണ്ടായ അനുഭവം വെച്ച് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം വളരെയധികം വോക്കലായിട്ടുള്ള ഒരു ആര്യ തന്നെയാണ് കണ്ടിട്ടുള്ളത്. കുറെ കൂടെയൊക്കെ തുറന്ന് സംസാരിക്കുന്ന, എസ്പെഷ്യലി എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം ഫെയിലിയേഴ്സിനെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഒന്നും ആ സൈഡൊന്നും നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എത്രയോ കാലമായി അമീർ ഖാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഏറ്റവും അവസാനം റീസെൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന്റെ വൈഫിനെ എത്ര തവണ മിസ് ചെയ്തായിരുന്നു, ഞാൻ 30 വർഷം സിനിമയ്ക്ക് കൊടുത്തിട്ട് ഞാൻ എന്താ നേടിയതെന്നൊക്കെ പറഞ്ഞ വിതുമ്പാണ്. ശരിയാണ്, അദ്ദേഹം ബ്രേക്ക് ഡൗൺ ആണ്. കാരണം നമ്മളിപ്പോഴും അവരെ സക്സസ്ഫുൾ ആയിട്ടല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മളിപ്പോഴും അവരെ ഗ്ലിറ്റും ഗ്ലാമറിലല്ലേ കണ്ടിട്ടുള്ളൂ. ആര്യ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാം എന്ന് വിചാരിച്ചത്? അത് ഞാൻ മനഃപൂർവ്വം സംസാരിക്കുന്നതല്ല, എന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതെ, അത് പക്ഷെ പ്രേക്ഷകന് അറിയാൻ സാധ്യതയില്ല. പക്ഷെ എന്നെ അടുത്തറിയുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം ആര്യ ഇങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ ഭയങ്കര വോക്കലായിട്ടുള്ള ഒരാളാണ്. ഞാൻ പെട്ടെന്ന് സൗഹൃദങ്ങളിൽ പെടുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എന്നെയുമായിട്ട് അടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. അതിപ്പം 10-12 വർഷം പരിചയമുള്ള സുഹൃത്തുക്കൾക്കും അറിയാമായിരിക്കും. ചിലപ്പോൾ 2 വർഷം മുന്നേ എൻ്റെ സുഹൃത്തായ ഒരാൾക്കും എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. ഞാൻ അത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് വോക്കലാകാൻ വേണ്ടി വോക്കലാവുന്നതല്ല, ഇതെന്റെ ക്യാരക്ടറിൽ ഉള്ളതാണ്. അപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഞാൻ ഇരുന്ന് സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങ് ഓപ്പണായിട്ട് സംസാരിച്ച് പോകുന്നതാണ് കാര്യങ്ങൾ. അതാണ് സത്യം. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ പോലും നമ്മളുടെ ഭാഗം ഓക്കെ ആക്കിയിട്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്, മനസ്സിലായോ? പക്ഷെ ആര്യ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രധാനമായിട്ട് റിലേഷൻഷിപ്പിലെ കാര്യമൊക്കെ പറയുമ്പോൾ ആര്യയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഈ മനസ്സിലായോ? ഭയങ്കര വ്യത്യാസം ഉണ്ട് അതിന്. പ്രത്യേകിച്ച് സ്ത്രീ വന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയതിന് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥങ്ങൾ എത്രയോ ആളുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഈ അങ്ങനെ ഒരു ഇമേജ് കോൺഷ്യസ് അല്ലാതെ അങ്ങനെ കാര്യങ്ങൾ പറയാന്നുണ്ടല്ലോ. അത് ശരിക്കും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തു പോയതാ? ഇതിന്റെയൊക്കെ പരിണിത ഫലം അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്? ഇല്ല, സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല. പിന്നീട് ഇതൊക്കെ ആൾക്കാര് നമ്മളെ ജഡ്ജ് ചെയ്യുമല്ലോ. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആര്യയുടെ തെറ്റെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും ഉദ്ദേശിച്ചത് അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആയിരിക്കും. ശരിയാണ്. ഞാൻ തെറ്റ് എന്ന് പറഞ്ഞാൽ പലരും തെറ്റായ രീതിയിൽ അതിനെ മൊറാലിറ്റി, ഇന്റഗ്രിറ്റി ഇതെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരാണ് ഇതൊക്കെ കേൾക്കുന്നത്. അത് അവർക്ക് എന്താണ് ശരിക്കും സംഭവിച്ചതെന്നും അറിയില്ല. ഈ കുട്ടി പറയുന്നു, ഈ കുട്ടിയുടെ തെറ്റാണെന്നും പറയുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. അപ്പം ആൾക്കാർ നാച്ചുറലി ജഡ്ജ് ചെയ്യുന്നതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന്റെ ക്യാരക്ടറിലുള്ള ഒരു പ്രത്യേക സാധനമാണ്. ഒറ്റയടിക്ക് നമ്മൾ അങ്ങ് വിധി എഴുതി കളയും, ജഡ്ജ് ചെയ്യും. ആൻഡ് അതിനെ ഭയങ്കര എവിടെയെങ്കിലുമൊക്കെ അത് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടി അവരത് ചെയ്യുകയും ചെയ്യും. അതിന് ഇന്ന് ഏറ്റവും സുലഭമായ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ അക്കൗണ്ടൊക്കെ തുറന്നു കൊടുത്തിരിക്കുക പബ്ലിക് അക്കൗണ്ടാണ്. ആർക്ക് വേണോ എന്ത് വേണോ ഒന്ന് വിളിച്ച് പറയാം. അപ്പോൾ ആൾക്കാർ ജഡ്ജ്മെൻ്റൽ ആയിട്ടുണ്ട്. ഞാൻ അവരെ കംപ്ലീറ്റ്ലി കുറ്റം പറയില്ല. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നതിനെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയായിരിക്കാം. നമ്മൾ മുഴുവനായിട്ട് എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞിട്ടുമില്ല. അപ്പം
ശരിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചിന്തിച്ചിട്ടല്ല ഓരോന്നിരുന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഈശ്വര ഇനി ഇത് വെച്ചിട്ട് എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത്. പക്ഷെ എന്നാലും എനിക്ക് പറയണമെന്നുണ്ട്. ഇറ്റ്സ് നാച്ചുറലി കമ്മിങ് ഔട്ട്. എനിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഇടണം എന്ന് തോന്നുന്നില്ല. എനിക്കറിയാം ചിലപ്പം ഇതും ഈ പറഞ്ഞതിനെയും ആൾക്കാർ ജഡ്ജ് ചെയ്യുമായിരിക്കാം, ഇതിന്റെ താഴെയും മോശമായ കമന്റ്സ് വരുമായിരിക്കാം. നീ വലിയ പുണ്യാളത്തി ഒന്നും ചമയണ്ട എന്നൊക്കെ ആൾക്കാരതൊക്കെ പറയും. ശരിയാണ്, അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്കിന്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുക എന്ന് പറയുന്നത് അതൊരു മോശം കാര്യമല്ലല്ലോ. നമ്മൾ ചെയ്തതാണെങ്കിൽ ഞാനത് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് പറയാണ്. ഈ സ്ത്രീകൾ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ, സിനിമയിൽ ഭാഗമായിട്ടുള്ള സ്ത്രീകൾ, നടിമാര്, ഇവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര ഇമ്മോറൽ ആയിട്ടുള്ള കാര്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അവർക്കുണ്ടാവുന്ന ബന്ധങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന സൗഹൃദങ്ങളിലൊക്കെയും മൊത്തം അസാൻമാർഗികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായോ? ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ഈ ഒരു അറീനയിൽ വർക്ക് ചെയ്യുന്ന കാരണം കൊണ്ടാണ്. ഇപ്പൊ ഞാനൊരു എന്റർപ്രണർ മാത്രമാണെങ്കിൽ എനിക്ക് ഇത്ര ഇത് ഫേസ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ അങ്ങനെയൊന്നും കാട് കയറി ചിന്തിക്കാത്ത ഒരാളാണ് സത്യം പറയാലോ. അതും കൂടിയിട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു റീസണും അതുകൊണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. ഐ ഡോണ്ട് തിങ്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ തിങ്ക് ചെയ്യാറില്ല. വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഓവർ തിങ്ക് ചെയ്ത് വിടുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. പിന്നെ ഈ പറഞ്ഞ ഇപ്പം ഒരു കൂടുതൽ സ്ത്രീകളും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നമ്മളെ എപ്പോഴും തേച്ചിട്ട് പോകുന്നത് ആണുങ്ങളാണ് എന്ന് പൊതുവെ ഒരു സംസാരം ഒരു കാലഘട്ടം വരെയും ഉണ്ടായിരുന്നു. ഈയിടെയായിട്ടാണ് അത് മാറിയത്. അതായത് തേക്കാൻ പെണ്ണുങ്ങളും ഇടുക്കികളാണ്, പെണ്ണുങ്ങളും തേക്കാറുണ്ട്, ആണുങ്ങളും തേക്കാറുണ്ട്. അങ്ങനെ എല്ലാ ആണുങ്ങളുടെ തലയിൽ അതങ്ങ് അടിച്ചേൽപ്പിക്കണ്ട എന്നുള്ള സാധനം വോക്കലായി തുടങ്ങിയത് വളരെ റീസെൻ്റ്ലി ആണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ലേഡീസിന്റെ കേസ് എടുത്താലും എല്ലാവരും ഒരുപോലെ ആവണം എന്നില്ല. ചിലപ്പോൾ കുറെ ആൾക്കാർ ഒരുപോലെ ചിന്തിക്കുന്നുണ്ടാവും, കുറെ ആൾക്കാർ എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെന്റ് അല്ലേ. അപ്പൊ എല്ലാവരുടെയും തോട്ട് പ്രോസസ്സ് വേറെയാണ്. ഒരുപോലെ ചിന്തിക്കുന്ന കുറെ പേർ ഒന്നിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധപ്പെട്ടത്, ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമല്ലോ ഇതില് ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ചതി എന്താണെന്ന് വെച്ചാൽ, ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഗെറ്റ് റെഡി വിത്ത് മീന് മുമ്പും അവരൊന്ന് ഗെറ്റ് റെഡി ആയിട്ടുണ്ടാവും കുറെ ആളുകൾ. എന്നിട്ടാ പിന്നെ നമ്മൾ കാണുന്ന ഗെറ്റ് റെഡി വിത്ത് മീലേക്ക് എത്തുന്നത്. പക്ഷെ ആര്യയുടെ ഗെറ്റ് റെഡി വിത്ത് മീൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിക്കും ഗെറ്റ് റെഡി ആവാണ്ട് ഗെറ്റ് റെഡി ആവുന്ന അല്ല. അങ്ങനെ അതായത് നോ മേക്കപ്പ് ലുക്കിനും ഒരു മേക്കപ്പ് ഇടുന്ന ആളുകളുണ്ടല്ലോ, മനസ്സിലായോ? അത് അങ്ങനെ ചെയ്യണം തന്നെ വിചാരിച്ചത്. അതായത് ആര്യയുടെ കുഴിവുള്ള കണ്ണുകളോ അല്ലെങ്കിൽ ചുളിവുകളോ മൂക്കുരുകളോ പാടുകളോ ഒക്കെ ഞങ്ങൾക്ക് കാണാം. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഫ്ലാഷി കട്ട് വരുന്നത്. അതങ്ങനെ ചെയ്യണം എന്ന് എന്താ തോന്നിയത്? സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് മടിയാണ്. അതായത് എന്റെ കയ്യിൽ ഈ മറ്റേ ട്രൈപോഡും സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും കുത്തി വെച്ച് ആദ്യമേ സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയി പൊതിച്ചു കൊണ്ടിട്ട് രാവിലെ ഉറക്കണിക്കുന്ന ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത്രയും മെനക്കെടണ്ടേ ഇത് കൊണ്ടുപോയി കുത്തി വെച്ച്? ബേസിക് കാര്യം മടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഞാൻ എന്തിന് എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ നൈറ്റ് ഇട്ട് തലയൊക്കെ വാരി കെട്ടി ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് മുന്നേ ഒരുങ്ങാൻ തുടങ്ങുന്നത്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുമ്പോൾ അത് ജെന്യുവൻ ആയിട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ എനിക്ക് സ്റ്റാൻഡിൽ കുത്തി വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കയ്യമ്മയെ പിടിച്ചിട്ട് തന്നെയാണ് ഇതെല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ആംഗിൾ ബ്യൂട്ടിയോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാറില്ല. ചിലപ്പോ എന്റെ കിടക്കുന്ന കട്ടില് ഷീറ്റൊക്കെ ഉടഞ്ഞ് വലഞ്ഞ് കോല കിടക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നത്. പിന്നീട് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുക, കട്ടിൽ കിടക്കുന്ന ഷീറ്റയിൽ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ല, അതാ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ആളല്ല. എനിക്കപ്പോൾ ചെയ്യണമെന്നൊന്നും ഞാൻ ചെയ്യും, ഇതാണ് സത്യം. അല്ല, ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി ആയിട്ടുള്ള എസ്തെറ്റിക്സ് ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, എനിക്ക് അത് അങ്ങനെയുള്ള കുറെ അക്കൗണ്ട്സ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് എസ്തെറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കളർ പാലറ്റ് വെച്ച് ചെയ്യുന്നു, ഭയങ്കര നീറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര്.
ഞാൻ കണ്ടിട്ടുണ്ട് മോർണിംഗ് റുട്ടീൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. രാവിലെ ബെഡിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്ന. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ബെഡിൽ നിന്ന് ഇവരെ എണീറ്റ് വരണമെങ്കിൽ ക്യാമറ, നമ്മളിപ്പോ ഈ ഫീൽഡിലുള്ള ആൾക്കാർ നമുക്ക് ആംഗിള് സെറ്റ് ചെയ്യുന്ന നമുക്കറിയാലോ ഏത് ആംഗിളിലായിരിക്കും സെറ്റ്. അപ്പൊ ഞാൻ ക്യാമറ എന്തപ്പോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവര് പൊതിച്ചിട്ടല്ലേ പിന്നെ എണീറ്റ് വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ വീഡിയോസ് കാണാൻ ഒരു സുഖമാണ്. ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. എന്നിട്ട് അവരിങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നു. അടുത്ത കട്ട് വരുന്നത് കിച്ചണിൽ അവര് കോഫി കെറ്റിലിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇതിനു മുമ്പ് കിച്ചണിൽ വന്ന് ഈ ട്രൈപോഡ് ഈ ആംഗിളിൽ നോക്കി സെറ്റ് ചെയ്ത് വെച്ചാലേ കറക്റ്റ് അവര് കെറ്റിലിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ ഈ സാധനം കിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് അസൂയം തോന്നാറുണ്ട്. എന്തോരം മെനക്കെട്ടിട്ടാ ഇവരത് ചെയ്യണമെന്ന്, ആക്ച്വലി സ്പീക്കിംഗ് അല്ലേ. എനിക്ക് അതും അത് അവരെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ എസ്തെറ്റിക് ആയിട്ടൊക്കെ ഓരോന്ന് ചെയ്ത് വ്യൂസ് ഒക്കെ കിട്ടി അക്കൗണ്ടിന് റീച്ച് ഉണ്ടാകുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. ഇത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഈ പണ്ട് ഈ ചെന്നൈ സിൽക്സിനും ബാക്കിയുള്ള ഇതിനൊക്കെ ആഡിനൊക്കെ മോഡലായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ഇത് അയക്കുകയാണല്ലോ, പിന്നെ അവിടെ നിന്ന് ഒരു റിപ്ലൈ വരണം. ഇന്ന് കാര്യങ്ങൾ ഭയങ്കര, ഇപ്പൊ കാഞ്ചീപുരത്തിന് ഒരു ആഡ് വേണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എത്രയോ കുട്ടികൾ അതിലേക്ക് വരും. കാര്യങ്ങൾ എളുപ്പമായി. അല്ലെങ്കിൽ കുറെ, ഇപ്പൊ ഞാൻ അന്ന് എൻ്റെ സ്റ്റാർട്ടിങ് അവസ്ഥേനൊക്കെ വെച്ചിട്ട് ഇന്ന് കുറെ കൂടി ഈസിയാണ് ഇപ്പോഴത്തെ ജനറേഷന്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഇപ്പോഴത്തെ ജനറേഷന് ഓപ്ഷൻസ് കൂടിയതിന്റെ ഒരു സ്ട്രഗിളും ഉണ്ടല്ലോ, ഇതിനെങ്ങനെയാ കാണുന്നത്? ഇല്ല, അത് നല്ലതല്ലേ. ബിക്കോസ് കാലം പോകും തോറും കാര്യങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ എന്താ വെച്ചാല് നമ്മളുടെ വീടുകളിൽ എത്ര പേരുടെ വീട്ടിൽ ഇപ്പൊ ടി വി കാണുന്നുണ്ട്? എന്റെ വീട്ടിലൊന്നും ടി വി ഇല്ല, ആസ് ഇൻ ചാനൽസ് ഇല്ല. പണ്ടൊക്കെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലിവിഷനാണ്. ചാനലുകൾ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, മനോരമ, ദൂരദർശൻ, അങ്ങനെ അമൃത, ജീവൻ, റോസ് ബൗൾ, ACV, എത്ര ചാനലാണ്. ചാനൽസ് ഏഷ്യാനെറ്റ് പ്ലസ്, മറ്റേത് കൈരളി വി, അങ്ങനെ എത്ര ചാനൽസ് ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒന്നും വീട്ടിൽ കേബിൾ ഇല്ല, ചാനൽസ് കാണുന്നില്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി OTT ആയി അല്ലേ. ഇപ്പൊ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോസ് വരെ നെക്സ്റ്റ് ഡേ OTT-യിലെ എപ്പിസോഡ്സ് അപ്ലോഡ് ആവുകയാണ്. അപ്പം നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ് OTT ആണ്. ബിക്കോസ് നമുക്ക് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടാം, അതിന്ന് കാണാം. സോ ഇപ്പോൾ ടെക്നോളജി വളരും തോറും കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയർ ആയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മീഡിയ അതനുസരിച്ച് മാറുന്നുമുണ്ട്. മീഡിയ ഇസ് നോട്ട് സ്റ്റക്ക്. ഇപ്പം ആകപ്പാടെ എനിക്ക് തോന്നുന്നു ചാനൽസിന് വേണ്ടിയിട്ട്, ടെലികാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാ ചാനൽസും ചെയ്യുന്നത് സീരിയൽസ് മാത്രമേ ഉള്ളൂ. മറ്റേ ഈ റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ പ്രൈം ടൈം ഷോസ് ഒക്കെ ഉണ്ട്. എത്രയോ പാട്ട് പരിപാടികൾ, ഡാൻസ് പരിപാടികൾ, കുക്കിംഗ് ഷോസ് ഒക്കെ നമ്മൾ കണ്ടോണ്ടിരുന്ന ചാനലുകളാണ് ഇതൊക്കെ. അതെ, അതെല്ലാം കുറഞ്ഞു. ഇപ്പൊ ലിറ്ററലി ഇല്ലാന്ന് തന്നെ പറയാം. എല്ലാ ചാനൽസും അവരുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നോൺ ഫിക്ഷൻസ് എല്ലാം കട്ട് ചെയ്തു. ഇപ്പം ഹാർഡ്ലി 1-2 റിയാലിറ്റി ഷോസ് മാത്രമേ എല്ലാ ചാനലും റൺ ചെയ്യുന്നുള്ളൂ അല്ലേ. എല്ലാം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയി, യൂട്യൂബായി, ഫേസ്ബുക്കായി, അല്ലെങ്കിൽ ഇതുപോലുള്ള OTT പ്ലാറ്റ്ഫോംസ് ആയി. സോ കുറച്ചും കൂടി കൺവീനിയൻസ് കൂടി, അതായത് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാം ഈ സാധനങ്ങളെല്ലാം അല്ലേ. TVയും കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, ബട്ട് ഫോണും കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാം. ട്രെയിനിലാണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. സോ കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആണ് ആൾക്കാർക്ക് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു, ആൻഡ് പ്ലാറ്റ്ഫോംസ്, എത്ര പ്ലാറ്റ്ഫോംസ് ആണ്. ഞാനൊക്കെ 17 വർഷം മുമ്പ് മോഡലിങ്ങിൽ തുടങ്ങിയതാണ് എൻ്റെ കരിയർ. അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്ന പോലെ പോർട്ട്ഫോളിയോ, പിന്നെ ഏതെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെന്റ്സിൽ നമ്മുടെ മുഖം ഒന്ന് വന്നാൽ ഓക്കെ, ആ കുട്ടി കൊള്ളാലോ, ഇതിനെ വിളിക്കാം എന്ന് പറഞ്ഞ് അടുത്ത അഡ്വർടൈസ്മെന്റിന് നമ്മൾ വിളിക്കുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. ഇറ്റ്സ് മച്ച് മോർ ഈസിയർ അല്ലേ. ഇപ്പം നമ്മുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ പ്ലാറ്റ്ഫോംസ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സോ നല്ലതാണ്. ഇറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. ഇപ്പൊ അതുമായിട്ട് തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ തന്നെ. ഇപ്പം നിങ്ങൾ സെലിബ്രിറ്റീസ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്നു, തിയേറ്റർ വിസിറ്റിന് പോകുന്നു, നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയകളും വരുന്നുണ്ട്. ആൻഡ് ഇത് 2 വശങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്,
ഇത് പലപ്പോഴും PR കമ്പനീസും അതെന്താ ആരാണോ PR ചെയ്യുന്നത് അവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് അവര് വിളിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് റീച്ചുള്ള ഇൻസ്റ്റാഗ്രാം പേജസും ഫേസ്ബുക്ക് പേജസ് ഒക്കെയാണ് നിങ്ങളെ ഫോളോ ചെയ്തിട്ടൊക്കെ വരുന്നത്. അതൊന്നാമത്തെ കാര്യം. 2, അവര് റീച്ചിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ക്യാപ്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ ആര്യ കാർ ഓടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക, അവിടെ നിന്ന് വരുന്ന ചോദ്യം ആര്യ ഒറ്റയ്ക്കാണോ കാർ ഓടിച്ചിട്ട് വരുന്നതെന്നായിരിക്കും, മനസ്സിലായ? അപ്പൊ ആര്യ എന്തെങ്കിലുമൊക്കെ പറയും, അതായിരിക്കും അവിടുത്തെ ഒരു ക്ലിക്ക് ബൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പോയിന്റ്. ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് പണ്ടത്തതിനേക്കാളും കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കണം നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് പറയുമ്പോ എന്താ ഉണ്ടാവാന്നറിയില്ല. ഈ ഒരു അവസ്ഥനെ എങ്ങനെയാ നോക്കി കാണുന്നത്? അത് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശം അവസ്ഥ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇവരെ എപ്പോ എവിടെ നിന്ന് എങ്ങനെ പൊട്ടി വീഴും നമുക്കറിയില്ല. അത് ഒന്നാമത്തെ കാര്യം. അതായത് ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. വളരെ റീസെന്റ് ഞാൻ ഒരു ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അത് ഒരിടത്തും അങ്ങനെ അനൗൺസ് ഒന്നും ചെയ്തില്ല. ഞാൻ പോലും ഇൻസ്റ്റയിൽ പോസ്റ്റർ ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഒരു ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഫുള്ള് എല്ലാം കൺഫേം ആയ ഒരു ഇനോഗ്രേഷൻ ആണ്. അതും കാക്കനാട്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇരുമ്പനം അങ്ങനെ എന്തോ ആയിരുന്നു അവിടെ ഒരു ഇനോഗ്രേഷൻ. ഞാനും അജുചേട്ടനും കൂടെ ആയിരുന്നു ഇനോഗ്രേഷൻ ചെയ്തത്. ചെറിയൊരു ഷോപ്പാട്ടോ, ചെറിയൊരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ. എനിക്കറിയില്ല ഇവരെങ്ങനെ കണ്ടുപിടിച്ച് അവിടെ എങ്ങനെ എത്തിയെന്ന്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോൾ. ഞാൻ നോക്കിയപ്പോൾ കുറേ പേര്, 4-5 മീഡിയ ഉണ്ട്. ഇവരെല്ലാവരും വരുന്നു ആൻഡ് ഫുൾ ടൈം ഇവർ. ആൻഡ് ഏറ്റവും കോൺഷ്യസ് ആവേണ്ട കാര്യം, ഒന്ന് നമ്മൾ പറയുന്ന കാര്യം, 2 ഡ്രസ്സ് എന്തിടുന്നു, എവിടെ നിന്നിടുന്നു, ഏത് ആംഗിളിൽ നിന്ന് ഇവര് വീഡിയോ. സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങളാണ് ഫോർ ഷുവർ. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കുറെ വീഡിയോസ്, കുറെ ഇനോഗ്രേഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും നമ്മുടെ കൾച്ചറിന് ഏറ്റവും സൂട്ടബിൾ എന്ന് പറയപ്പെടുന്ന വസ്ത്രം സാരിയാണ്. ആ സാരിയിൽ പോലും ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ ഈശ്വര ഈ ആംഗിളിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കും അല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്, സത്യമായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. പലരും റെഗുലറായിട്ട് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന പലരും ഇങ്ങനെ ഇതൊരു കൺസേൺ ആയിട്ട് പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണല്ലോ, ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്, അവരിതുപോലെ ഇരുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. സാരി എടുത്തിട്ട് പോയതാ, പക്ഷെ ആ ആംഗിളിൽ അവരെടുത്തിട്ടിരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമമായിപ്പോയി, അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ അതൊരു വലിയൊരു എന്താ പറയാ, അതൊരു ഡ്രോബാക്ക് അല്ലേ. ലൈക്ക് നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നു, നമുക്കത് എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ മറിച്ച് അത് ഇങ്ങനെ വരുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് ഈ ആംഗിളിൽ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ എടുത്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്. അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, അത് പോസ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷെ അതവര് ചെയ്യുന്നില്ലല്ലോ, പോസ്റ്റ് ചെയ്യുന്നില്ലേ. പക്ഷെ ചീത്ത കേൾക്കുന്ന മുഴുവനും ആ ആർട്ടിസ്റ്റിനായിരിക്കും മിക്കവാറും. എല്ലാരും അല്ലേ ആ കമന്റ്സിൽ ആരും എന്തിനാ ഇയാൾ ഈ വീഡിയോ ഈ ചാനലിൽ ഇട്ടതെന്ന് ആരും ചോദിക്കില്ല അല്ലേ. എല്ലാരും ഇവക്ക് മെനക്ക് തുണി കൊടുത്തോണം നടന്നൂടെ എന്നല്ലേ ചോദിക്കുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അത് ഭയങ്കര ഒരു പേടിയാ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. നമുക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒന്നും ചെയ്യാൻ. അതായത് ഇപ്പൊ എസ്തെറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മുടെ ക്ലീവേജോ അല്ലെങ്കിൽ നമ്മുടെ നേവലോ കാണിച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുന്നു, അവിടെ നമ്മൾ സെക്യൂർഡ് ആണ്, നമ്മൾ കംഫർട്ട് ആണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഔട്ട് പുറത്തേക്ക് വിടുന്നത് നമുക്ക് ധാരണയുണ്ട്. മറ്റേത് അതില്ലല്ലോ. നമ്മൾ നോക്കി അത് അപ്രൂവ് ചെയ്തിട്ടേ, അല്ലെങ്കിൽ അത് ഓക്കെ ഇത് വന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം, എന്നിട്ടല്ലേ അത് പുറത്തേക്ക് വരുള്ളൂ. പിന്നെ അതിലും കോൺസിക്വൻസസ് വരാനുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും, അല്ലേ. നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത് നമ്മൾ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന അടിയായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അതൊരു വലിയ മേജർ കൺസേൺ. അങ്ങനെ ഇപ്പൊ ശരിക്കും ട്രോമ വന്നിട്ടുള്ള ഫേസ്ബുക്ക് കമന്റ് ബോക്സുകളോ ഇൻസ്റ്റാഗ്രാം കമന്റ് ബോക്സുകളോ ഉണ്ടോ? എനിക്കുണ്ട് ട്രോമ എന്ന് പറഞ്ഞാൽ. ഞാൻ ആക്ച്വലി ഈ ബിഗ് ബോസിന്റെ സമയം തൊട്ട് ഈ ഒരു സാധനം ഫേസ് ചെയ്യുന്ന ആളാണ്. സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ 75 ദിവസം ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാ. ശരിയാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും, ആൻഡ് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം. അത് ആ ഗെയിം എന്നല്ല, നമ്മൾ മനുഷ്യരല്ലേ, എല്ലാവരെയും ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആൾക്കാരല്ലേ ഇതിനകത്ത് ഇടുള്ളൂ. അതിന്റെ ഉദ്ദേശം തന്നെ ഇവർ തെറ്റിപ്പിരിയണം എന്നാണല്ലോ. അപ്പം അതിൻ്റെതായ ചില നമ്മൾ യോജിക്കാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ വരും. പക്ഷെ ഈ പറയുന്ന പോലെ അതും വെച്ചോണ്ടല്ല നമ്മള് അതിനകത്ത് ജീവിക്കുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ബിക്കോസ് നമുക്കറിയാം അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴും അയ്യോ ഇവരെ തന്നെയാണല്ലോ കാണേണ്ടത്, ഇനിയും കിടക്കുന്ന ദിവസം. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സോ മാക്സിമം നമ്മളെല്ലാം
സോർട്ട് ചെയ്തേ പോയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെ അതിനകത്ത് താമസിച്ചു. പക്ഷെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സാഹചര്യം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പം എന്നെ പറയുന്നു, എൻ്റെ അച്ഛനെ പറയുന്നു, അമ്മയെ പറയുന്നു, കൊച്ചിനെ പറയുന്നു. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സിനാരിയോയിലായിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത് വെൻ ഇറ്റ് കംസ് ടു സൈബർ ബുള്ളിങ്. സോ ആ സമയം തൊട്ടേ ഞാൻ ഇത് ഫേസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് എനിക്കത് ആക്ച്വലി ഒരു പുതിയതായിട്ട് തോന്നുന്നില്ല. ഇന്ന് എന്നെ അത് ബാധിക്കുന്നില്ല. ഞാൻ ഭയങ്കര യൂസ്ഡ് ആയിപ്പോയി. ഭയങ്കര വെച്ചാൽ വളരെ യൂസ്ഡ് ആയിപ്പോയി. ഇന്ന് ഞാൻ അതിനെ ഭയങ്കര എന്താ പറയുക, പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. കാരണം നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇപ്പൊ റിയാക്ട് ചെയ്താലും തിരിച്ച് നമ്മളിപ്പോൾ അവരൊന്ന് പറഞ്ഞു, നമ്മൾ തിരിച്ച് 2 പറഞ്ഞാൽ അവർ 10 തിരിച്ചു തരും. അപ്പൊ അതിനേക്കാളും നല്ലത് മാക്സിമം ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. തിരിച്ച് അവരും ഇങ്ങോട്ട് സർക്കാസ്റ്റിക് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളത് ഒരു ശീലമായി. എങ്ങനെ ഡോട്ടർ ആര്യനെ കാണുന്നത്? അതിപ്പോ ശരിക്കും പറഞ്ഞാൽ അവളോട് ചോദിക്കേണ്ടി. പക്ഷെ ഐ തിങ്ക് ഒരു അമ്മ ഫിഗർ എന്നുള്ളതിനേക്കാളും മോർ ലൈക്ക് എ ഗുഡ് ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് എന്നെ കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം, ഹൈറ്റ് വൈസ് ഞങ്ങൾ രണ്ടുപേരും ഫിസിക്കലി ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര, അതായത് അവൾക്ക് എൻ്റെ പൊക്കമുണ്ട്, നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാണ്. അപ്പം ഇപ്പൊ സ്കൂളിൽ ഞാൻ വിളിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ തോള് കൈയിട്ടൊക്കെയാണ് നടക്കണത്. അല്ലാണ്ട് ഒരു കൈ പിടിച്ച് നടക്കുക അങ്ങനെയൊന്നുമില്ല. തോളി കൈയിട്ട് ലാവിഷായിട്ട് ഇന്നിങ്ങനെയൊക്കെയാണ് കേട്ടോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചില്ലാണ് ആള്. പിന്നെ ഇപ്പൊ ആളുടെ ഒരു ടീനേജ് ഒരു ഇതിലേക്ക് കടക്കുന്നതിൻ്റെതായ ചില പൊട്ടലും ചീറ്റലും എന്നല്ല, നമുക്കും അറിയാം, നമ്മൾ ആ ഒരു ഫേസ് കഴിഞ്ഞാണല്ലോ വന്നത്. അപ്പൊ ഇപ്പോ പുള്ളിക്കാരിക്ക് ഫ്രണ്ട്സ്, ആ ഒരു ഗ്യാങ്, സ്കൂളിലെ വേണ്ടപ്പെട്ട ആളാണ്, നോട്ടപ്പുള്ളിയാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അപ്പം അധിക സംസാരമൊന്നും നമ്മൾ വീട്ടുകാരായിട്ടൊന്നും ഇല്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പോയി വിശേഷമൊക്കെ ചോദിക്കണം. ഇന്ന് സ്കൂളിൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചോദിക്കുമ്പം എന്തെങ്കിലും വീണ് കിട്ടിയാലായി. അങ്ങനെയാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. കുറച്ചും കൂടെ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാം വന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ഫ്രണ്ട്സിനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. പക്ഷെ എന്നാലും ഇപ്പൊ എന്നെയൊക്കെ ഭയങ്കര പേടിയൊന്നുമില്ല. അതിപ്പോ നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അയ്യോ അമ്മ എനിക്ക് പേടിയാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ആള് ഭയങ്കര കൂളാണ്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് സംസാരിക്കാൻ കുറച്ച് മടിയുള്ള ആളാണ്. പൊതുവെ അങ്ങനെയാണ്, കുറച്ച് റിസർവ്ഡ് ക്യാരക്ടറാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ വിഷമമൊക്കെ ഉണ്ടായാൽ പോലും നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കി ചോദിച്ചില്ലെങ്കിൽ പറയില്ല, മിണ്ടില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. പക്ഷെ അവളുടെ ഫേസ് കണ്ട എനിക്ക് മനസ്സിലാവും എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത്. പിന്നെ അത് ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ എടുത്ത് പിന്നെ സമാധാനിപ്പിച്ചൊക്കെ വരുന്ന ഒരു സമയം, അങ്ങനത്തെ ഒരു, അതാണിപ്പം ഇപ്പോഴത്തെ ഒരു ഏജിന്റെയും കൂടി ആയിരിക്കും അത്. പക്ഷെ ഷീസ് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര, അത് ചെറിയ പ്രായം തൊട്ടേ അങ്ങനെയാണ്. വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. എല്ലാ സിറ്റുവേഷൻസും മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവൾക്കറിയാം അമ്മ അച്ഛൻ, ഐ മീൻ അവർ ഡിവോഴ്സ്ഡ് ആണ്. പക്ഷെ അമ്മ ഉണ്ട്, അച്ഛനും ഉണ്ട്, ലൈഫിൽ രണ്ടുപേരും ഉണ്ട്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ച് ദേ വിൽ ബി ദെയർ ഫോർ മീ. ഇതൊക്കെ മനസ്സിലാക്കി വളർന്നു വരുന്ന ഒരു കുട്ടിയാണ്. ബട്ട് മാം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് ഇപ്പം നിങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ്, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെ. ഇത് കുട്ടീനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇതുവരെയും ഇപ്പൊ ഞങ്ങളുടെ ഒരു സെപ്പറേഷൻ ആയാലും അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് പോകുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം തനിയെ മനസ്സിലാക്കി വളർന്നു വന്ന ഒരു കുട്ടിയാണ്. അവള് നോക്കുമ്പം എന്താണ്, ഇപ്പം അമ്മ ഉണ്ട്, അമ്മയുടെ സ്പേസിൽ വളരെ ഹാപ്പിയാണ്. എനിക്ക് അമ്മയുണ്ട്, എനിക്ക് വേണ്ടപ്പോഴൊക്കെ അമ്മ is with me. അതുപോലെ അച്ഛയുടെ സ്പേസിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് വേണ്ടപ്പോഴൊക്കെ അച്ഛൻ ഉണ്ട്, അതും ഓക്കെയാണ്. അവരെന്നും ഫോണിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്, അവരെന്നും വീഡിയോ കോളിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്, ഹീസ് മാരിഡ്, അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ഇപ്പൊ അവനുമായിട്ടാണ് വീഡിയോ കോളില്, ബ്രദർ ആണല്ലോ, ബേബി ബ്രദർ ആണല്ലോ. അപ്പൊ അവനുമായിട്ട് എപ്പോഴും അവന്റെ ഫോട്ടോസ് അങ്ങോട്ട് ഷെയർ ചെയ്യുക, വീഡിയോസ് അയക്കുക, അവനുമായിട്ട് വീഡിയോ കോളിൽ. കുഞ്ഞ് ബേബിയാണ്, 1 വയസ്സ് പോലും ആയിട്ടില്ല.
വീഡിയോ കോളിൽ സംസാരിക്കുക. സോ ദാറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ് ഫോർ അസ്. ഇത് ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇത് നിങ്ങളുടെ തോട്ട് പ്രോസസ് ആയിരുന്നു ദാറ്റ് ഇപ്പം സാധാരണ ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്ന ആളുകളുടെ ഇടയിൽ ഈ പരസ്പര ബഹുമാനോ അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനം ഒന്നും അത്രത്തോളം ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ തന്നെ അങ്ങനത്തെ ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ കുട്ടികൾക്ക് പലപ്പോഴും ഒരാളോട് ഭയങ്കരമായിട്ട് ഒരു അഫിനിറ്റി ഉണ്ടാവുക, മറ്റൊരാളെ മൊത്തത്തിൽ ഒരു വെറുപ്പിൽ പൊതിയുക, പിന്നെ ഒരു റിയലൈസേഷൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും എൻ്റെ ജീവിതത്തിന്റെ ഭാഗം. അങ്ങനെയാണ് സാധാരണ സെലിബ്രിറ്റീസിന് എല്ലാ ഡിവോഴ്സിലും അങ്ങനെയാണ്. പക്ഷെ ആര് ഓവർ ദി ഇയേഴ്സ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ബഹുമാനമുണ്ട് പരസ്പരം എന്നുള്ളത് കുട്ടിക്കും കൂടി അവെയർ ആണ് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെയാണ്, അങ്ങനെ രണ്ടുപേരും ഡിസിഷൻ ആയിരുന്നു. അങ്ങനെ ഓബ്വിയസ്ലി നിർബന്ധമായിട്ടും അങ്ങനെ കോൺഷ്യസ്ലി ഒരു ഡിസിഷൻ എടുത്തത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തുടക്കം മുതലേ ഇപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ സംസാരിച്ചെടുത്ത തീരുമാനമല്ല. തുടക്കം മുതലേ ഇപ്പോൾ അദ്ദേഹമാണെങ്കിലും എന്നെ പറ്റി ഒരിക്കലും, എന്നെയോ എൻ്റെ വീട്ടുകാരെ പറ്റിയോ ഒന്നും ഒരിക്കലും മോശമായിട്ട് കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹമോ അതെ, അദ്ദേഹത്തിന്റെ വീട്ടുകാരും അതെ. തിരിച്ച് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരിക്കലും അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിന്റെ വീട്ടുകാരെയോ മോശമാക്കി കുഞ്ഞിനോട് സംസാരിച്ചിട്ടില്ല. അവൾക്ക് അറിയാവുന്ന ഇത്രേ ഉള്ളൂ, അമ്മ അച്ഛ തമ്മിൽ ഒരു കമ്പാറ്റബിലിറ്റി ഇഷ്യൂ, അവർ തമ്മിൽ ഒന്നിച്ച് ഒരു കൂരയ്ക്ക് ഉള്ളിൽ കഴിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതൊക്കെ അവൾക്കറിയാം. അവൾ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവൾ ചോദ്യം ചെയ്തിട്ടില്ല. അവൾക്കറിയാം ഇപ്പം അവളുടെ പപ്പ ഇസ് ഇൻ എ വെരി ഹാപ്പി സ്പേസ്. ബിക്കോസ് പപ്പയുടെ കല്യാണം കഴിഞ്ഞു, പപ്പയ്ക്ക് വൈഫുണ്ട്, ബേബി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ മോളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ വെരി ഭയങ്കര ഒരു ട്രാൻസ്പെറൻറ്റ് ബോണ്ടിങ് ആണ് എല്ലാവരും തമ്മിൽ. എല്ലാവരും ഹാപ്പിയാണ്. കുഞ്ഞ് ആരെയും വിഷമിച്ച് കാണുന്നില്ല. അവൾ ഇതുവരെ ഞങ്ങൾ ആരും സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും പരസ്പരം ഗിവ് ആൻഡ് ടേക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് പിന്നെ അവിടെ ഒരു കൺഫ്യൂഷനോ ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടില്ല. ആയി എത്രമാത്രം ഹാപ്പിയാണ് ഇങ്ങനെ ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന? ഓബ്വിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ. അതായത് ഇപ്പം ഓവർ ദ ടൈം ഓഫ് ഇയേഴ്സ് ഇറ്റ് ഇസ് പ്രൂവൻ ദാറ്റ് ഒന്നിക്കേണ്ടിയിരുന്ന ആൾക്കാർ ഞങ്ങളല്ല എന്നുള്ളത് ഇപ്പൊ പ്രൂവ് ആയില്ലേ. ബിക്കോസ് അദ്ദേഹം കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. അവർ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ശരിയാണ്, ഞങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ബോണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, ഖുഷി. അത് ദൈവം തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കരുതുന്നുള്ളൂ ഞങ്ങളുടെ ലൈഫിൽ. വലിയൊരു ഗിഫ്റ്റ്, കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത എന്തോ പുണ്യത്തിന് തന്ന ഗിഫ്റ്റാണ് മോള്. അല്ലാത്ത പക്ഷം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ സ്പേസസിൽ വളരെ ഹാപ്പിയാണ്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ തന്നെ പോകും. ഞങ്ങൾ അവളുടെ എല്ലാ ഡിസിഷൻസും മ്യൂച്വലി തന്നെയാണ് എടുക്കുന്നത് ഇപ്പോഴും. അതുപോലെ എനിക്ക് എന്തെങ്കിലും അവളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിച്ച് പറയുന്ന ആളും അദ്ദേഹം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഒന്ന് സംസാരിച്ചോളൂ എന്ന് പറയുമ്പോൾ ഹി വിൽ ടോക്ക് ടു ഹെർ. ഐ തിങ്ക് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഇറ്റ് ഷുഡ് വർക്ക്. യു ഷുഡ് ക്രിയേറ്റ് അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ മക്കൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ നമ്മൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോകാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മുടെ പ്രശ്നമാണ്, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും പ്രശ്നമാണ്, ഞങ്ങളുടെ തെറ്റുകളാണ്, ഞങ്ങളുടെ മിസ്റ്റേക്സ് ആണത്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിനെ നമ്മൾ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം അവർക്ക് വേണ്ട ഹാപ്പി സ്പേസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട വളരെ സമാധാനപരമായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ പാരൻസിൻ്റെയും ഉത്തരവാദിത്വമാണ്. അത് കോൺഷ്യസ്ലി ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കും അപ്പം ആര്യയുടെ ചൈൽഡ്ഹുഡും വളരെ നല്ലതായിരുന്നു കൊണ്ടാണോ you believe that your childhood should be colorful, beautiful? ഡെഫിനറ്റ്ലി. എനിക്ക് മുന്നിലുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ എൻ്റെ അച്ഛനും അമ്മയല്ലേ. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ച ഒരു കപ്പിളാണ് എൻ്റെ അച്ഛനും അമ്മയും. അവർ വഴക്കൊക്കെ ഇടാറുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് വഴക്കൊക്കെ ഇടാറുണ്ട്. പക്ഷെ അത് അവർ തന്നെ സോൾവ് ചെയ്യും. കൂടിപ്പോയ 1-2 ദിവസം മിണ്ടാണ്ടിരിക്കും, 3-ാമത്തെ ദിവസം രണ്ടുപേരും വീണ്ടും ചക്കരയടയാണ്. അവർ ബേസിക്കലി ടോം ആൻഡ് ജെറി ആയിരുന്നു, ആസ് ഫാർ ആസ് ഐ റിമെമ്പർ. രണ്ടുപേരും ടോം ആൻഡ് ജെറി ആണ്. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ പോലെ ടോമിനും ജെറിക്കും രണ്ടുപേരും ഇല്ലാതെ അവർക്കൊരു ലൈഫിൽ അവർക്കൊരു സ്റ്റോറി ഇല്ല അല്ലേ. ടോം ഇല്ലാണ്ട് നമുക്ക് ജെറിയെ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല, ജെറി ഇല്ലാണ്ട് ടോമിനെ ഇതേ സിറ്റുവേഷൻ തന്നെയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. സോ അതൊക്കെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം യുനോ എനിക്ക് കുഞ്ഞിന് നമ്മൾ ഒരു മക്കളും അച്ഛനമ്മ കാരണം ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടിൽ ഏർപ്പെടരുതെന്ന് എൻ്റെ ആഗ്രഹമാണത്. പിന്നെ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്കത് വാശിയായിരുന്നു. അങ്ങനെ കുഞ്ഞൊരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരരുത് എന്നുള്ളത്.
വന്നിട്ടില്ല, വരുത്തിയിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും. വെഞ്ചറിങ് ഇൻ ടു ബിസിനസ് അത് വേറെ തന്നെ ഒരു പരിപാടിയല്ലേ. അതെ. ഇങ്ങ് പൈസ വരുന്നു, ടാലി ആക്കണം എക്സ്പെൻഡിച്ചർ, അത് നമ്മൾ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം, കംപ്ലൈൻറ്റ്സ് വരാൻ പാടില്ല, അങ്ങനെ കുറേ ഏരിയ ഉണ്ട്. അതെ. അത് ആർട്ടിസ്റ്റിക് സ്പേസ് എന്നല്ലാതെ നമ്മൾ കൊമേഴ്ഷ്യൽ ആയിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു ഏരിയ ആണ് അവിടെ നിൽക്കുന്നത്. അതെ. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആര്യയുടെ പേഴ്സണൽ സ്പേസും അത്ര ഓക്കെ ഒന്നല്ല. ഐ മീൻ കുറേ പ്രശ്നങ്ങൾ, പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ്, ഇത് എങ്ങനെ ബാലൻസ് ചെയ്ത് തരുന്നത്? ബാലൻസ് ചെയ്തെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൈബർ ബുള്ളിങ് ഒക്കെ ഈ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ അത് റിയലൈസ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട്. കാരണം നമുക്ക് അവിടെ വേറെ ഓപ്ഷൻ ഇല്ല അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ. ഇപ്പോൾ ബുള്ളി ചെയ്യുന്ന ആൾക്കാരോട് 100 പേര് നമ്മളെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു, ഈ 100 പേരോടും നമുക്കിരുന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സൈഡ് ഓഫ് ദ സ്റ്റോറി. ആൻഡ് ഈ 100 പേരും നമ്മളിങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ഡോണ്ട് വാണ്ട് ടു ഹിയർ അവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അവരെന്ത് കേട്ടോ അതിൽ അവർ ഓക്കെ ആണ്, അതുകൊണ്ടാണ് നമ്മളെ അവർ ജഡ്ജ് ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ സൈഡ് എന്താണ് കേൾക്കണം എന്ന് ആഗ്രഹമില്ല. അങ്ങനെയുള്ളവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എടി പോടി മറ്റേ ഡാഷ് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പോസ്റ്റ് താഴെ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്ത ആണോ, ശരി, ഓക്കെ, സന്തോഷം, ഇത്രേ ഉള്ളൂ. നിങ്ങളത് വായിക്കുന്നു, അത് വായിച്ചിട്ട് യു ഗോ ബാക്ക് ഇൻ ടു ദ ഐഡിയേഷൻ. അതായത് ഇന്ന ഡിസൈൻ വന്നിട്ടുണ്ട്, ഇന്ന കളർ ഇത് നമ്മളെ വിഷമിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കള്ളത്തരമായി. വിഷമിപ്പിക്കാറുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഈ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒക്കെ കാണുമ്പോഴല്ലേ, ഈ ഗെറ്റ് റെഡി വിത്ത് മീയിൽ എന്തുള്ളത്, രാവിലെ എണീറ്റ് മറ്റേ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങി ഒരു പരിപാടിക്ക് ഇതിന്റെ താഴെ വന്നിട്ട് ഒരാള് ഇന്നലെ ഇട്ട ഗെറ്റ് റെഡി വിത്ത് മീയുടെ താഴെ ഒരാള് ഒരു കാര്യമില്ലാണ്ട് ഫേക്ക് അക്കൗണ്ടാ, ശവം കമന്റാ. ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, ഈശ്വര ഇത് എന്തിനാണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു കമന്റ്, എന്തിനാണ്? അപ്പൊ എന്തോ അവർക്ക് എന്തോ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോ ചിരിക്കുക ചെയ്യണത്. ഇത് തന്നെ ഒരു 4-5 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇരുന്ന് കരയുണ്ടാവും, എന്തിനാ അയാൾ എന്നെ ശവം എന്ന് വിളിച്ചെന്ന് വെച്ചിട്ട്. ആ ഒരു ഫേസ് എനിക്ക് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇരുന്നിട്ട് ചിരിക്കുക, ശവം കൊള്ളാലോ, നന്നായിട്ടുണ്ട്, എന്ത് കാര്യത്തിനാണോ ഇയാൾ എന്നെ ശവം എന്ന് വിളിച്ചത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കാനേ എനിക്ക് തോന്നുള്ളൂ. സോ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു യുനോ ആസ് ഐ സെഡ്, ഇത് നമ്മൾ യൂസ്ഡായി. പിന്നെ കാലം പോകും തോറും നമുക്ക് മെച്യൂരിറ്റി വരുമല്ലോ. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് മനസ്സിലായി ഇതിലിനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കമന്റ് വായിക്കുന്ന കുഴപ്പമില്ല. അടുത്തത് അതാ എൻ്റെ കോമഡി. ഇപ്പൊ എൻ്റെ ബിസിനസ് ഞാൻ 80% ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ ഫോണിലാണ്, ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പം എൻ്റെ ഫോണിൽ 2 ഇൻസ്റ്റ സൈൻഡ് ആണ്. എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റയുണ്ട്, എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റയിലും ഞാൻ തന്നെയാണ് കയറി കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഈ കമന്റ് വായിച്ചിട്ടായിരിക്കും ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് അപ്പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു, മറ്റേ പ്രൊഫൈലിൽ പോകുന്നു, കസ്റ്റമർക്ക് റിപ്ലൈ കൊടുക്കുന്നു. എന്നെ ബാധിക്കുന്നില്ല സത്യം. ഞാൻ അതാ പറഞ്ഞത്, ഒരു മരവിപ്പാണ് ഇപ്പൊ ഇതൊക്കെ വായിച്ചു കഴിയുമ്പോഴേ. ഇറ്റ്സ് ഓക്കെ. ഐ മീൻ അവർ അത് എന്നെ അങ്ങനെ 2 പറയുന്നുണ്ട്, അവർക്ക് ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉറങ്ങിക്കോട്ടെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ അപ്പൊ തന്നെ അപ്പുറത്ത് പോയി ഒരു 2 സാരി വെക്കുമ്പോ എനിക്ക് മനസ്സമാധാനം. ഇങ്ങനെയാണ് ഞാനിപ്പോ ഹാൻഡിൽ ചെയ്യുന്നത്. ദിസ് ഇസ് ഹൗ ഐ ബാലൻസ്. ഇവിടെ ഒരു നെഗറ്റീവ് കമന്റ് അപ്പൊ തന്നെ അപ്പുറത്ത് കയറിയിട്ട് ഒരു 2 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം, ഓക്കെ, തൃപ്തി. ഇപ്പം ആരുടെ വർക്ക് ചെയ്യുന്ന കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പരിചയമുള്ള യങ് ആയിട്ടുള്ള ഉണ്ടാവുമല്ലോ. അപ്പൊ അവര് വെൻ ദ സ്പീക്ക് അബൌട്ട് ലവ്, മാരേജ്, അതൊക്കെ ആരുടെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അവരെയൊക്കെ ഒരു 10 വയസ്സ് താഴെയുള്ള ഒരാൾ വന്നിട്ട് അങ്ങനെ ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. വെച്ചപ്പോൾ ഞാൻ മാരി ചെയ്യാൻ പോവാണ്, ഞാൻ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നൊക്കെ വിചാരിക്കുക. അപ്പം ഇപ്പൊ നമുക്ക് ആദ്യം മാരേജ് എടുക്കാം. സോ ഇപ്പം ഞാൻ മാരി ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും അവരോട് പറയുക? ടൈം എടുക്കണം എന്നാണോ പറയുക, അതോ ഇത് മാരേജ് ഇല്ലാണ്ട് നമുക്കിത് പോസിബിൾ ആണെന്നാണോ പറയുക? എന്താ കാര്യം പറയുക? ഇഫ് യു ആർ വെരി 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 ഷുവർ അബൌട്ട് ദിസ് പേഴ്സൺ, ഗോ അഹെഡ്. ഒന്നും നോക്കാനില്ല, ഗോ അഹെഡ്. പിന്നെ മാരേജ് ഒരിക്കലും 50-50 അല്ല. ഇറ്റ് ഈസ് നെവർ 50-50. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. മാരേജ് ഇസ് നെവർ 50-50. ഇറ്റ് ക്യാൻ ബി 80-20, can be 70-30, can be 60-40, it can be 90-10. ചിലപ്പം 90 ഞാനായിരിക്കും, 10 അദ്ദേഹമായിരിക്കും. വേറൊരു പോയിന്റിൽ ചിലപ്പം 10 ഞാനായിരിക്കും, 90 അദ്ദേഹമായിരിക്കും. ബേസിക്കലി മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പാനിയൻഷിപ്പാണ്.
മനസ്സിലായോ? നമ്മൾ എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, ആ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 90 എന്ന് പറയുന്നത് അദ്ദേഹമാണെങ്കിൽ ആ ബാക്കി 10 ഇടാൻ ഞാൻ കേപ്പബിൾ ആയിരിക്കണം. അത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇമോഷണലി ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, ആ 90 എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആളുടെ ഒരു ബാഡ് ഡേ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 10% നമ്മൾ കൊടുക്കുന്ന ഒരു സ്നേഹം, സന്തോഷം ഷുഡ് ക്ലിയർ, അത് ബാലൻസ് ആവും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബാലൻസ്, ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കമ്പാനിയനെ ആണോ നിങ്ങൾ ലൈഫിലേക്ക് കൂട്ടാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹെഡ്, ഒന്നും നോക്കാനില്ല. പിന്നെ എപ്പോഴും ഹാപ്പിനെസ് ആണ് കല്യാണം എന്ന് പറയുന്നത്, എല്ലാം ഭയങ്കര മറ്റേ ഫെയറി ടെയിലാണ് എന്നും വിചാരിക്കരുത്. ഇറ്റ്സ് എ റോളർ കോസ്റ്റർ. ആ റോളർ കോസ്റ്ററിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ട് ടൈറ്റായിട്ട് അങ്ങിരിക്കുക. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി, ഇത് കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ഫെയറി ടെയിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, ലൈഫ് ഇസ് നോട്ട് ഓൾവേസ് ലൈക്ക് ഹൗ വി എക്സ്പെക്റ്റ് ഇറ്റ്. എപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല, അല്ലേ? ഇപ്പം നാളെ എന്ന് പറയുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നത്. എന്തുറപ്പുള്ളത് നാളെ നമ്മൾ ഉറക്കം എണീക്കോ ഇല്ലയോ എന്ന്? ഈ ഉറക്കത്തിൽ നമ്മളങ്ങ് പോയാൽ എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെയല്ലല്ലോ. അങ്ങനെ ചിന്തിച്ചിട്ടാണോ നമ്മൾ ആരെങ്കിലും ഉറങ്ങുന്നത്? അല്ല. നാളെ എണീറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ നമ്മൾ ഇന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് പോലും. സോ അതാ ഞാൻ പറയണത്. അപ്പോൾ ഹോപ്പോട് കൂടിയാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷേ നാളെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയിരിക്കുമോ നമ്മുടെ ദിവസം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ കടന്നു വരാം, വിചാരിക്കാത്ത സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോവാം. അതിനെ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അയ്യോ ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചിരുന്നത്, ഇത് എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ച ഭയങ്കര മോശമായി പോയി, ഇത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡിപ്രഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. മറിയാം കാര്യങ്ങൾ. ആ മറിയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുള്ള എനർജി നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അത്രയും ചെയ്യാമെങ്കിൽ സെറ്റാണ്. ഓക്കെ. ഈ പ്രണയത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, ഫെയ്ത്ത് ഓഫ് ലവ്, അതിപ്പോൾ ഏതവസ്ഥയിലുണ്ട്? എനിക്ക് പ്രണയത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ഐ ആം എ ഹോപ്പ്ലെസ് റൊമാൻറ്റിക് പേഴ്സൺ. ഹോപ്പ്ലെസ് എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, പ്രണയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇമോഷണലി, ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ ഒരാൾക്ക് ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ 200% കൊടുക്കുന്ന ഒരാളാണ് ഏതൊരു റിലേഷൻഷിപ്പിലും. പലപ്പോഴും അതാ സംഭവിക്കണം. എൻ്റെ റേഷ്യോസ് പാളിപ്പോവാറാണ് പതിവ്, സത്യം പറയല്ലോ. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്, നമ്മളിപ്പോൾ ഒരു 90 ആണെങ്കിൽ മറ്റേ 10% ഇട്ട് നമ്മുടെ കൂടെ അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പാനിയൻ ആയിരിക്കണം. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു കമ്പാനിയൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടല്ലോ, ആ കമ്പാനിയൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. ആര്യ, ഈ ഇപ്പോൾ നമുക്കൊരാളെ തിരഞ്ഞെടുക്കണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ലവ് സംഭവിക്കുമോ, അങ്ങനെയൊക്കെ ആകുലതകൾ തോന്നിയിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ഓർഗാനിക്കായിട്ട് നടക്കട്ടെ, അങ്ങനെ അത്ര? അല്ല, ആക്ച്വലി എന്താ പറയുക, ഇപ്പം ഞാൻ ഒരു നമുക്ക് ഈ എല്ലാവർക്കും ലൈഫിലൊരു സാച്ചുറേഷൻ പോയിന്റ് ഒക്കെ എത്തുമെന്ന് പറയില്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പൊതുവേ ഇങ്ങനെ ഒരു അഭിപ്രായം നാട്ടുകാർക്കുണ്ട്. എൻ്റെ റിലേഷൻഷിപ്പ് ചോയ്സസ് ഭയങ്കര പൊട്ടയാണെന്നുള്ളത്. അതിന് റീസൺസ് കുറേ ഉണ്ട്. ഒന്ന്, ഞാൻ ആൾക്കാരെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ. ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ആൾക്കാരെ. ആൻഡ് ദെൻ അഗൈൻ അനദർ പ്രോബ്ലം ഇസ് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. എൻ്റെ സൈഡിൽ നിന്ന് അത് കുറച്ച് ജാസ്തിയാണ്. അത്ര ഒന്നും ഒരിക്കലും ഒരാളും ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് എന്നെ എപ്പോഴും കൊണ്ട് കുഴി ചാടിക്കുന്നത്. ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ എക്സ്പെക്റ്റേഷൻസും ഭയങ്കര പീക്കായി പോകും. നമ്മൾ തിരിച്ചും അത് പ്രതീക്ഷിക്കും ഈ പറയുന്ന പോലെ. പിന്നെ ഒരു പരിധിവരെ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ. വെൻ ഇറ്റ് കംസ് ടു റിലേഷൻഷിപ്പിൽ എവിടെയൊക്കെ ആയാലും നമ്മൾ അക്സെപ്റ്റൻസ് വരും. പക്ഷേ ആ അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് എത്താൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോകും. പ്രത്യേകിച്ച് ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്, ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്, ബ്രേക്ക് ഡൗൺ ആയിപ്പോകും.
പക്ഷെ പിന്നീട് ഞാനത് അക്സെപ്റ്റ് ചെയ്ത് ഞാനത് ഓക്കെ ആയിട്ട് വരും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എനിക്ക് അത് മടുത്തു. ഞാൻ അത് എനിക്ക് ഇനിയും ഒരു ഒരാളെ നാച്ചുറലി ഒരാളുമായിട്ടൊരു കണക്ഷൻ സംഭവിച്ച് കുറേ നാൾ പ്രേമിച്ച് പിന്നെ ലിവിങ് ടുഗെദർ ഒക്കെ ട്രൈ ചെയ്ത് നോക്കി എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മടുത്തു. എനിക്ക് അതിനുള്ള സമയവുമില്ല സത്യം പറയാലോ. ഇല്ല, എൻ്റെ കൊച്ചു വലുതായി. ഞാനിപ്പോൾ അതായത് എന്നോട് എല്ലാവരും പറയും, ഹലോ കൊച്ച് ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ 18 വയസ്സായി. ഇങ്ങനെയൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ കളിയാക്കാൻ പറയുന്നതാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്, എൻ്റെ മോള് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡിൽ. നോട്ട് ദാറ്റ് ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രഷർ എന്നല്ല ഞാൻ പറയണേ. ഈ അങ്ങനെയൊന്നുമില്ല, യു ക്യാൻ സെറ്റിൽ ഡൗൺ വെൻ എവർ യു വോണ്ട്. എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, എൻ്റെ ഒരു ഫാമിലി വേണം, കല്യാണം കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഐ വോണ്ട് എ കമ്പാനിയൻ ഇൻ മൈ ലൈഫ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സെറ്റിൽ ഡൗൺ ആവണമെന്ന്. സത്യം പറഞ്ഞാൽ ഞാനൊരു 2 years ആയിട്ട് എൻ്റെ മനസ്സിൽ ഈ ഒരു ആഗ്രഹമുണ്ട്. ലൈക്ക് ഫൈനൽ ഇറ്റ്സ് ടൈം ടു സെറ്റിൽ ഡൗൺ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ലൈക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം ഫുള്ള് നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മുടെ ആൾക്കൊരു ചായയോ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളൊരു ഗ്ലാസ് കാപ്പിയുമായിട്ട് സോഫയിൽ ഇരുന്നിട്ട് ഇന്ന് ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് അങ്ങോട്ട് ഷെയർ ചെയ്യുക, ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് നാളെ ഇങ്ങോട്ട് ഷെയർ ചെയ്യുക. ആ ഒരു കമ്പാനിയൻഷിപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ലൈഫിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അത് വേണം. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഹോപ്പ്ലെസ് റൊമാൻറ്റിക് ആണ്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് നല്ല കാര്യം. അല്ല, ഇത് ഞാൻ ഇരുന്ന് പറയുമ്പോഴും ചിലപ്പോൾ പറയും, എന്താ സ്ത്രീകൾക്ക് എന്താ ഒറ്റയ്ക്ക് ജീവിച്ചൂടെ, അങ്ങനെ ബോൾഡായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറെ പേരുണ്ട് ആ ഒരു സ്ഥാനത്ത്. ഞാൻ ആരാധിക്കുന്ന കുറച്ച് വുമൻ പേഴ്സണാലിറ്റീസ് അങ്ങനെ വളരെ ഒറ്റയ്ക്കാണെങ്കിലും സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട്, ദേ ഡോണ്ട് വാണ്ട് എ പാർട്ട്ണർ, ദേ ഡോണ്ട് വാണ്ട് എ കമ്പാനിയൻ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. ആൻഡ് ഐ ടോട്ടലി റെസ്പെക്ട് ദാറ്റ്. ഞാൻ പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് ഫ്രജൈലാണ്. എനിക്കൊരു കമ്പാനിയൻ വേണം. ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ എനിക്ക് ഇത് പറഞ്ഞ് കരയാനൊരു തോള് വേണം. അങ്ങനെയൊക്കെയുള്ള ആളാണ് ഞാൻ. സോ ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് ഒരാളിലേക്ക് അങ്ങ് അടുത്ത് പോകുന്നത്. ഇപ്പം പക്ഷെ കോൺഷ്യസ്ലി ഞാൻ ഭയങ്കര എന്നെ എല്ലാവരും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് ലൈനൊക്കെ വരച്ചില്ല, ആരടുത്തും പ്രശ്നങ്ങളൊന്നും സംസാരിക്കുക ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരു പരിപാടികളും ഇല്ല. എല്ലാം വളരെ കോൺഷ്യസ് ആയിട്ട് ബോള് സത്യം പറഞ്ഞാൽ ബോള് കെട്ടി വെച്ചേ, ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കടക്കണ്ട. പക്ഷെ എന്നാൽ അറ്റ് ദ സെയിം ടൈം ഐ വുഡ് വോണ്ട് ടു ഗെറ്റ് മാരിഡ്. അതിപ്പം പ്രോപ്പറായിട്ട് ഞാൻ ഇടയ്ക്ക് എന്നിട്ട് മറ്റേ divorcematrimony.com ഞാൻ സീരിയസ് ആയിട്ട് സത്യമായിട്ടും ഞാൻ divorcematrimony.com അതിന് പ്രചോദനമായ ഒരാള് എന്റെ ലൈഫിലുണ്ട്. ആ പേര് ഞാൻ പറയില്ല. പുള്ളിക്കാരി ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരി സെറ്റിൽ ഡൗൺ ആയി. അപ്പൊ പുള്ളിക്കാരി എനിക്ക് തന്ന അഡ്വൈസ്, സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി പറഞ്ഞു, മതിയാക്ക്, ഇതൊക്കെ നിർത്ത്, അതിൽ രജിസ്റ്റർ ചെയ്യും, നല്ല ആലോചന വരും. പുള്ളിക്കാരിക്ക് അങ്ങനെയാണ്. നല്ലൊരു അലയൻസ് വന്നു, നല്ല മനുഷ്യൻ, അവരിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അപ്പൊ ഞാനും വിചാരിച്ചു, ഇത് കൊള്ളാലോ വീഡിയോ കോൾ. എന്നാ പിന്നെ ഞാൻ ഇതൊക്കെ ചിന്തിച്ചു. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ സീരിയസ്ലി ഞാൻ ആലോചിച്ചു ചെയ്താലോ. ഞാൻ വീട്ടിലൊക്കെ ചോദിച്ചു. എന്റെ സിസ്റ്ററിനോടൊക്കെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, ഈ മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്താൽ എങ്ങനെ, എന്താ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മകളോടൊക്കെ ഇതെങ്ങനെയാ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ മൈൻഡിലൊരു പ്ലാൻ വെച്ചിട്ടുണ്ടോ? എന്ത് പറഞ്ഞു കൺവിൻസ്? അമ്മ ഒന്നുകൂടി കല്യാണം കഴിച്ചാൽ എന്താ നിന്റെ അഭിപ്രായം എന്നൊക്കെ? മോളോടാണോ? അവളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മ ഒന്ന് കല്യാണം കഴിക്കണതിനെ പറ്റി എന്താണ് കുഞ്ഞിന്റെ അഭിപ്രായം? സൂപ്പർ, ഇത്രേ പറയുള്ളൂ, സൂപ്പർ. അല്ല, ആക്ച്വലി എൻ്റെ ഇപ്പം മോൾക്കാണെങ്കിലും അവള് കുട്ടിയാണെന്നെങ്കിലും പറയാം. ബട്ട് എന്നാലും അവൾക്ക് ഇഷ്ടമാണ് അമ്മ കാരണം അവൾ നോക്കുമ്പോൾ അവളുടെ പപ്പ കല്യാണം കഴിഞ്ഞു, സെറ്റിലായി, ഇപ്പൊ ബേബിയായി, അവര് ഹാപ്പിയായി. അമ്മ എപ്പോഴും ഒറ്റയ്ക്കാണ്. അപ്പം അവളുടെ മനസ്സിലും അതുണ്ട്, അമ്മയ്ക്കും ഒരു
പാർട്ട്ണർ, ഒരു നല്ലൊരു കമ്പാനിയൻ കിട്ടിയാലുണ്ട് എന്നുള്ളത് അവളുടെ. പിന്നെ അതിനേക്കാളും കൂടുതൽ എൻ്റെ സിസ്റ്റർ, എൻ്റെ അനിയത്തി, എൻ്റെ ബ്രദർ ഇൻ ലോ, അവരുടെയൊക്കെ വലിയ ആഗ്രഹമാണ് ഞാൻ ഒരു നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് ഒരു ലൈഫ്, എനിക്കും ഒരു കുഞ്ഞു ഫാമിലി എന്നുള്ളത് അത് കാണണം എന്നുള്ളത് അവളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് എന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വളരെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരുടെയും ആഗ്രഹമാണ്. ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് നല്ലൊരാൾ വരുമ്പോൾ നമുക്കത് കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തണം എന്നൊക്കെ. അതൊക്കെ അവരുടെ ആഗ്രഹമാണ്, അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്.